പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 16-ാം തിരുവചനം. ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണ് ഉള്ളത്? നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. ചില പൊരുത്തക്കേടുകളാണ് നമ്മളാകുന്ന ആലയത്തിൻ്റെ അടിത്തറ ഇളക്കുന്നത്. ദൈവത്തിൻ്റെ ആലയമാകുന്ന നമ്മൾ ആലയത്തിൽ പൊരുത്തമില്ലാത്ത പലതിനും പ്രവേശനം കൊടുത്താൽ പിന്നെ ജീവിതം ഇരുട്ടിലേക്കായിരിക്കും തെന്നിമാറുന്നത്. കാരണം കർത്താവിൻ്റെ ആലയം പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമാണ്. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈശോ പറയും, നിന്റെ വിഗ്രഹങ്ങളെ, പൊരുത്തക്കേടുകളെ പൂർണ്ണമായി ഉപേക്ഷിച്ചാൽ നീ യഥാർത്ഥ ദൈവത്തിൻ്റെ ആലയമായി പ്രശോഭിക്കും. ഈ ആലയത്തിലാണ് കർത്താവ് തൻ്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത്. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.